കേരള MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ നിർണായകമായ ഉന്നതതല യോഗം നാളെ. VCയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ പരീക്ഷാ നടത്തിപ്പടക്കം ചർച്ചയാകും. MBA പരീക്ഷ എഴുതിയ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്നും വീണ്ടും പരീക്ഷ എഴുതണമെന്നുമുള്ള നിർദ്ദേശവുമായി കേരള സിൻഡിക്കേറ്റ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഉന്നതതല യോഗം. സർവകലാശാല പരീക്ഷകൾ കുറ്റമറ്റ നിലയിൽ സമയബന്ധിതമായി നടത്താൻ കഴിഞ്ഞതായും പൊതു സർവകലാശാലകൾ പൂർണ്ണമായും ശക്തിപ്പെടുത്തിയ ശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നും നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേരള സർവകലാശാലയിൽ ഉത്തരപേപ്പർ നഷ്ടമാകുന്നത്. ഒരു വർഷം മുൻപ് കേരള സർവകലാശാലയിൽ MBA പരീക്ഷ എഴുതിയ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്നും വീണ്ടും പരീക്ഷ എഴുതണമെന്നുമുള്ള നിർദ്ദേശവുമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. 2024 മെയ്യിൽ നടന്ന MBA 3ാം സെമസ്റ്റർ പരീക്ഷയിലെ പ്രോജക്ട് ഫൈനാൻസ് വിഷയത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാണ് ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിനായി പൂജപ്പുര കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു താൽക്കാലിക അധ്യാപകന് കൈമാറിയത്. അദ്ദേഹത്തിന് മൂല്യനിർണ്ണയത്തിൽ പരിചയക്കുറവുള്ളതുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയിരുന്നില്ല. ഉത്തരക്കടലാസ് യൂണിവേഴ്സിറ്റിയിൽ മടക്കി നൽകാൻ കൊണ്ടുവരവേ പാലക്കാട് വെച്ച് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടു. ഈ വിവരം ജനുവരി ആദ്യവാരം തന്നെ സർവകലാശാലയെ അറിയിച്ചിട്ടും പരീക്ഷാ വിഭാഗം 2 മാസമായി നടപടി കൈക്കൊള്ളാതെ മാർച്ച് 17-ന് ചേർന്ന സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് അധ്യാപകനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനും വീണ്ടും പരീക്ഷ നടത്തുവാനും തീരുമാനിച്ചു. വിഷയത്തിൽ വിശദമായ കൂടിയാലോചനകൾക്ക് നാളെ ഉന്നതതല യോഗം ചേരും. വീണ്ടും പരീക്ഷ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായേക്കും. വിഷയം വിവാദമായതോടെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ തന്നെ ഉന്നതതല യോഗം വിളിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.